നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ഭക്ത മീരയെക്കുറിച്ചുള്ളതാണ് ഈ കഥ. വൃന്ദാവനത്തിൽ കണ്ണനുള്ള നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു മീര. അവർ പല പല പാട്ടുകൾ പാടിയും നൃത്തമാടിയുമൊക്കെയാണ് കണ്ണന് നിവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടുകൊണ്ടുവന്ന പൂജാരി അരിശപ്പെടുന്നു. അതായത് കുളിക്കാതെയും പുതുവസ്ത്രം ധരിക്കാതെയും കണ്ണനുള്ള നിവേദ്യം തയ്യാറാക്കിയാൽ കൃഷ്ണൻ അത് ഇഷ്ടമാവുമോ എന്നുള്ള ചിന്തയായിരുന്നു പൂജാരിക്കുണ്ടായിരുന്നത്. പിറ്റേനാൾ മുതൽ മീര സ്നാനം ചെയ്തും പുതു വസ്ത്രം ധരിച്ചും വളരെ ശ്രദ്ധാപൂർവം നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കിൽ പെടുന്നു. പക്ഷേ മനസ്സിൽ ആകുലതകളുണ്ട്. കണ്ണൻ ഇഷ്ടപ്പെടുമോ, താൻ വല്ല തെറ്റു വരുത്തുമോ എന്നുള്ള ചിന്ത നിമിത്തം പാടാതെയാണ് അവരന്ന് നിവേദ്യം തയ്യാറാക്കിയിരുന്നത്. ദിവസം 3 കഴിഞ്ഞു. പൂജാരിയുടെ സ്വപ്നത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷനാകുന്നു. അദ്ദേഹം വളരെ ക്ഷീണിതനായി പൂജാരിയോട് പറയുന്നു, ഇന്ന് 3 ദിവസമായിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. പൂജാരി വല്ലാതായി. അദ്ദേഹം ചിന്തിച്ചു, മീര കുളിക്കാതെയും പുതുവസ്ത്രം ധരിക്കാതെയുമല്ലേ ഇതുവരെ നിവേദ്യം തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ടാകാം കൃഷ്ണൻ കഴിക്കാതിരുന്നത്. പക്ഷെ അതിനുള്ള പരിഹാരമൊന്നും പോലെ കൃഷ്ണൻ തന്നെ പറയുന്നു, മീര വളരെ സന്തോഷപൂർവ്വം പാട്ടുപാടിയും മറ്റും എനിക്ക് സ്നേഹമുള്ള ഒരു സേവനമാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ഇന്ന് 3 ദിവസമായി അത് ഇല്ലാതായിരിക്കുന്നു. അവരുടെ ആ സ്നേഹപൂർവമായ പാട്ട് കേട്ട് ആ നിവേദ്യം തയ്യാറാക്കിയപ്പോൾ അതിനൊരു സ്വാദുണ്ടായിരുന്നു. ആ ഭക്ഷണം രുചിച്ചപ്പോൾ വല്ലാത്ത ഒരു സന്തോഷമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ നിർത്തിയപ്പോൾ എനിക്ക് ആ നിവേദ്യത്തോട് ആ ഭക്ഷണത്തോട് യാതൊരു സ്വാദും തോന്നുന്നില്ല. പൂജാരിക്ക് തൻ്റെ അബദ്ധം മനസ്സിലായി. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ മീരയോട് പറഞ്ഞു, ഇഷ്ടമുള്ള രീതിയിൽ ഭോജനം തയ്യാറാക്കാൻ. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകേണ്ടത്? ഭക്തിയും ശുദ്ധിയും എന്നാൽ എന്താണ്? ഭക്തി നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് നിറയേണ്ടത്. അത് പുറത്തുള്ള ആഭരണങ്ങളിലോ മറ്റും ഒതുങ്ങുന്ന ഒന്നല്ല. എന്തായിരുന്നാൽ മനുഷ്യത്വത്തോടു കൂടി നാം ഏവരും മനുഷ്യത്വത്തോടു കൂടി ജീവിക്കണമെന്നുള്ള ഒരു താക്കീതാണ് അദ്ദേഹം ഇതിൽ നിന്ന് നമുക്ക് നൽകിയത്.